ഇറാനിലെ വാണിജ്യ പ്രാധാന്യമുള്ള കൂറ്റൻ പാലം വ്യോമാക്രമണത്തിൽ തകർത്ത് അമേരിക്ക. ടെഹ്റാനെ കറാച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായ B1 ബ്രിഡ്ജാണ് US സൈന്യം തകർത്തത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 95ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാലത്തിന് നേരെ 2 തവണ ആക്രമണങ്ങൾ നടന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും എത്തിയവർക്കാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഇറാൻ സ്വദേശികളും പ്രദേശത്തെ താമസക്കാരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതു നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന സാധ്യതയേറുകയാണ്. കരയുദ്ധത്തിന് ഇറാൻ അതിവേഗം സജ്ജമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ഇറാൻ സൈനിക മേധാവി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. 3 ആഴ്ച കൂടി ആക്രമണം തുടരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും അമീർ ഹാത്മി ആവശ്യപ്പെട്ടു. ഇറാൻ മണ്ണിലെത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ലെന്നും അമീർ ഹാത്മി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ പിടിമുറുക്കാൻ കൂടുതൽ നടപടികളുമായി ഇറാൻ മുന്നോട്ടു പോവുകയാണ്. ഗൾഫ് മേഖലയിൽ പുകയുന്ന യുദ്ധാഗ്നി അണയ്ക്കണമെന്ന ഇറാൻ ആഗ്രഹിക്കുമ്പോഴും കൃത്യമായ ഒരു ഒത്തുതീർപ്പില്ലാതെ പിൻവാങ്ങുന്നത് അപകടമാണെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. കേവലം ഒരു വെടിനിർത്തൽ കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്നും തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ ശാശ്വതമായ സമാധാനം സാധ്യമാകൂ എന്നും ഇറാൻ നേതൃത്വം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ഭരണമാറ്റത്തിനോ കരയുദ്ധത്തിനോ മുതിരാത്ത വിധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിലയിരുത്തൽ. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്നുള്ളതും ഏകപക്ഷീയവുമായ പിൻവാങ്ങൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും ഇരുപക്ഷത്തും പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങൾ അവശേഷിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഒരു വെടിനിർത്തൽ എന്നത് യുദ്ധത്തിനിടയിലെ ഒരു ചെറിയ ഇടവേള മാത്രമായിരിക്കുമെന്നും ഈ സമയത്തിനുള്ളിൽ അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനിക ശക്തി വീണ്ടെടുത്ത് വീണ്ടും ആക്രമിക്കാൻ മുതിരുമെന്നുമാണ് ഇറാന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരമൊരു യുദ്ധം ആവർത്തിക്കില്ലെന്ന ഉറച്ച ഗ്യാരണ്ടിയാണ് ഇറാൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത്.